നമസ്കാരം, ഞാൻ അഭിലാഷി നായർ. ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരമധ്യത്തിലാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് പാളയം പള്ളി. ഇതാണ് പാളയം മോസ്ക്. നഗരത്തിലെ നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. സ്റ്റേഡിയത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന മുളയ്ക്കൽ എന്ന് പറയുന്ന ഈ കോഫി ഹൗസ് ഉള്ളത്. ഇത് കഷ്ടിച്ച് ഒരാഴ്ചയായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ട് പേര് പോലെ തന്നെ പൂർണ്ണമായിട്ടും മുളയിൽ തീർത്ത ഒരു കോഫി ഹൗസാണ്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ചെറുകടിയായും ജ്യൂസായും ബിവറേജസായും ഉള്ളത് എന്ന് നോക്കാം. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ. ഗോപാലകൃഷ്ണൻ ചേട്ടാ, ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ മുട്ടക്കേക്ക്, ബജി 2-3 ഐറ്റം ചെയ്യും. ബജി, കത്തിരിക്ക ബജി, വാഴയ്ക്ക ബജി, ഉരുളക്കിഴങ്ങ് ബജി, പിന്നെ മുളക് ബജി, പിന്നെ ഏത്തക്ക ഇത് ചെയ്യുന്നു, പിന്നെ ഉള്ളിവട, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഏകദേശം എത്ര ഐറ്റംസ് ഉണ്ടാവും എണ്ണം? നമുക്ക് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് വരുമ്പോലെ മിനിമം ഒരു 10 ഐറ്റം ചെയ്യും. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന പഴംപൊരിക്കാണ്. പഴംപൊരിയാണ് ഇവിടെ കാണാനില്ല. നേരത്തെ തീർന്നു. അത് ശരി. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കൂടെ മുളയ്ക്കൽ കോഫി ഹൗസിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാളായ ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞ് പ്രകാശ് ചേട്ടനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ കോഫി ഹൗസിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എത്ര നാളായി തുടങ്ങിയിട്ട്? എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചയോളം, ഹാർഡ്ലി ഇപ്പം ബുധനാഴ്ച ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ഇതിന് മുന്നേ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു കണ്ടായിരുന്നല്ലോ, ഒരു മൊത്തത്തിൽ ബാംബൂസ് മുള കൊണ്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നിർമ്മിച്ച. പുള്ളി എനിക്കൊന്നും ട്രിവാൻഡ്രത്തേറെ എതിർത്തരത്തിലുള്ള ഷോപ്പ് ഇല്ല. സാധാരണ മിക്കറും കോൺക്രീറ്റ് സൗധങ്ങളാണല്ലോ. അപ്പോൾ ഇത് ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഫാമിലീസിനായിരുന്നാലും, ഇപ്പം നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനായാലും, ലവേഴ്സ് ആർക്കായാലും അവർക്കൊരു ആംബിയൻസാണ്. നിങ്ങൾ കണ്ടിരിക്കും ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ മോസ്ക്, പാളയം മോസ്ക്, മറു സൈഡിൽ പാളയം പള്ളി, സ്റ്റേഡിയം, ഇത് പിന്നെ അപ്പുറത്ത് ക്ഷേത്രം. ഇതെല്ലാം കൂടി വല്ലാത്തൊരു എനർജിക്കേറ്റുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച്, ഇപ്പം ഭക്ഷണങ്ങളായിട്ടില്ല, അങ്ങനെ ജ്യൂസും മറ്റേ കോഫി സ്നാക്സൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും വന്നിരുന്ന്
കാരണം എല്ലാവർക്കും സ്വസ്ഥതയുള്ള ആവശ്യം. അപ്പം ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഒരു ചായയും ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് വീട്ടിൽ പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അത്തരത്തിൽ കാരണം എല്ലാവരും മനസ്സമാനത്തോട് ഇരുന്ന് അവരെ സമയം ചിലവഴിക്കുക. നമ്മുടെ കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നവർ ആരൊക്കെയാണ്? കൂടുതലും സ്പോർട്സ് താരങ്ങളൊക്കെ എത്താറുണ്ടോ? വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ 1 വീക്ക് ആയിട്ടുള്ളൂ. എങ്കിലും സ്റ്റുഡൻസാണ് കൂടുതലും. സ്റ്റുഡൻസ് ഒരു കപ്പിൾസൊക്കെ ധാരാളം വരുന്നു. സ്റ്റുഡൻസൊക്കെ പിന്നെ അല്ലാത്തവരും ഇപ്പോൾ ചായ ഞങ്ങളിപ്പോൾ നേരത്തെ പഴയ ടീം അകത്തായിരുന്നു. ഞങ്ങളിപ്പോൾ ചായ സ്നാക്സൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വരുന്നവർ കാണാൻ പറ്റുന്നുണ്ട്. റേറ്റൊക്കെ വളരെ റീസണബിൾ റേറ്റാണ്. ഞങ്ങളിപ്പോൾ വളരെ എല്ലാ സാധാരണ ഉള്ള റേറ്റിനേക്കാളും വളരെ മറ്റുള്ള തുലവും കുറഞ്ഞ റേറ്റിലാണ് ഞങ്ങളിപ്പം. ഇപ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് ഉള്ളത് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഇപ്പം ചായ, കോഫി, സ്നാക്സ് ഐറ്റംസ്, അത് മലബാർ ഐറ്റംസും ഉണ്ട്, അല്ലാതെ നമ്മുടെ നാടൻ ഐറ്റംസും ഉണ്ട്. ഇത് കൂടാതെ എല്ലാ ജ്യൂസ് ഐറ്റംസും എല്ലാം വരുന്നുണ്ട്. ഷേക്ക് ഐറ്റംസിൽ കരിക്ക് ഷേക്ക് ഉണ്ട്, മൊജിറ്റോ ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഒത്തിരി ധാരാളം ഐറ്റംസ് ഉണ്ട്. പിന്നെ ക്രമേണ മറ്റുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഈ കപ്പ, മീൻകറി, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്. കുറച്ച് ആളുകളുടെ സഹകരണം നല്ല വരുന്നുണ്ട്. വരുന്നു. കാര്യം കുറച്ച് കാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു പഴയ ടീം. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് വീണ്ടും തുറന്നു. കൂടുതലായിട്ട് ആളുകൾ വരുന്നത് ഈവനിങ് സമയം ഒരു ആഫ്റ്റർ 6 ആണ്. ഈ കൂടുതൽ ആംബിയൻസ് വരുന്നത് അപ്പോഴാണ്. കാരണം ഈ ചർച്ച് മോസ്കിലൊക്കെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര നല്ലൊരു അന്തരീക്ഷമാണ്. നല്ലൊരു കടപ്പുറത്തോടെ കാറ്റും എല്ലാം വരുന്നത്. നല്ല ആ സമയത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് മറ്റുള്ള എല്ലാവർക്കും, തലസ്ഥാനവാസികൾക്കും പുറത്ത് വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊരു കൗതുകമായിരിക്കും. മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ധാരാളം. ഫലൂഡ, ഫ്രൂട്ട് സലാഡ്, ഷേക്ക്, ഐസ്ക്രീം ഷേക്ക്, മിൽക്ക് ബേസ്ഡ്. ഇതിലിപ്പോൾ ഒരു 90% ആയിട്ടുള്ളൂ. ബാക്കി ഇനി വരുന്നു, ഗ്രാജുവലായിട്ട് വരുന്നു. മൊജിറ്റോ തന്നെ കുറേ ഏറെ ഐറ്റംസ് ഉണ്ട് അല്ലേ? മുളയ്ക്കൽ ഒരു ഞങ്ങളുടെ കുടുംബ പേരാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മുളയും കൂടെ ആയപ്പോഴേക്കും അതെല്ലാം അത് രണ്ടും കൂടെ ചേർന്ന് എസ്റ്റാബ്ലിഷ്. പിന്നെ അതുപോലെ കുടിവെള്ളം ഞങ്ങളിപ്പോൾ വാട്ടർ എല്ലായിടത്തും 20 രൂപ കൊടുത്ത എന്തായാലും ഒരു ലൈം ജ്യൂസ് എടുത്തേ കുടിച്ചു നോക്കാം. പിന്നെ ഈ കുടിവെള്ളം വെറും 12 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സാധാരണ അല്ലാതെ 20 രൂപയാണ് ഞങ്ങൾ വെച്ചാൽ നമ്മുടെ ആ ലാഭം കുറച്ച് മതി. കാരണം കുടിവെള്ളം അത്യാവശ്യ വസ്തുവാണ്. അപ്പം സാധാരണ ഇപ്പോൾ ധാരാളം ഒത്തിരി പോലീസ് ഓഫീസേഴ്സ്, ട്രെയിനീസ്, ഡോർമെറ്ററി ടീമൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി പത്തനംതിട്ട സേവനങ്ങൾ. ഞങ്ങളുടെ ലാഭം കുറഞ്ഞാലും ഞങ്ങളുടെ ബിസിനസ് കൂടുക, ആളുകളുടെ സർവീസ് വോളിയം കൂട്ടുക. തീർച്ചയായും ഒരു സർവീസ് കൂടെ അതിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട്. വി പ്യൂരിഫൈഡ് വാട്ടർ മാത്രം ഉപയോഗിക്കുന്നു. ജ്യൂസിന് വേണ്ടിയാണ് വി പ്യൂരിഫൈഡുള്ള അക്വാ മിനറൽ വാട്ടർ മാത്രമേ ഞങ്ങൾ ഇത് ഈ ജ്യൂസ് പൈപ്പ് വെള്ളത്തിന് പ്യൂരിഫൈ ചെയ്താൽ ഉപയോഗിക്കും. ഡയറക്റ്റ് പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നില്ല. 100% അത് തന്നെയാണ്. ആളുകളുടെ ആരോഗ്യത്തിൽ സദാ ജാഗ്രതയുണ്ട്. തീർച്ചയായും. കാരണം നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ കാണുന്നതാണ് ഒരു അനുഭവം. അപ്പോൾ ആ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് വളരെ വൃത്തിപരമായി. രണ്ട് നിലകളാണെന്ന് തോന്നുന്നു അല്ലേ? 2 നില. മുകളിൽ എത്ര സീറ്റ് ഉണ്ട്? മേളിൽ ഇപ്പോൾ ഞങ്ങൾ 4 ടേബിൾ 16 പേർക്ക് ഇരിക്കാം. പിന്നെ സീറ്റിംഗ് സ്പേസ് ഉണ്ട്. താഴെ 3 12 പേർക്ക് കുറച്ച് സീറ്റിംഗ് ഫെസിലിറ്റി കൂട്ടാം. മേളിലൂടെ കൂട്ടാനുള്ള സ്പേസ് ഉണ്ട്. തൽക്കാലം തുടങ്ങി വന്നിട്ടുള്ളൂ. കുറച്ചുകൂടെ പോയിട്ട് ക്ലിയറായി.
സാർ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? നേരത്തെ ഇവിടെ വരാറുണ്ടോ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ VIP ആയിട്ട് വന്നു കോഴിക്കോട് നിന്ന്. ഇത് കണ്ടപ്പോൾ ഒരു സ്പെഷ്യൽ തോന്നി. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഭക്ഷണത്തോടൊന്നും ഒരു പ്രിയമാണോ, ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി, അങ്ങനെ കയറിയത്. ഇവിടെ മലബാറിലെ പലഹാരങ്ങളും ഉണ്ട്, തിരുവിതാംകൂറിലെ പലഹാരങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് മൊത്തം ആംബിയൻസും ഒക്കെ? ആംബിയൻസ് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുണ്ട്. ശരി. ഓക്കെ. മുളയ്ക്കൽ കോഫി ഹൗസിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകളും ആംബിയൻസും ഒക്കെ കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് പാളയം അണ്ടർ പാസേജിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ മുളയ്ക്കൽ കോഫി ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത കൂടിയുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരി മാധവിക്കുട്ടി അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെ ആ നീർമാതളത്തിൻ്റെ ചുവട്ടിലാണ്. ഒരു പുതിയ സംരംഭമാണ്, ഒരുപറ്റം ആളുകൾ ചേർന്ന് തുടങ്ങിയ ഒരു പുതിയ സംരംഭമാണ്. എല്ലാവരും സഹകരിക്കണം, വിജയിപ്പിക്കണം. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഞാൻ എന്തായാലും ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ.